ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. വെള്ളപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ മട്ടൻ വെച്ചാണ് ഞാനിവിടെ മട്ടൻ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ഏലക്കായ, കറുകപ്പെട്ട ഒരു 4-5 ചെറിയ പീസസും അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി മട്ടൻ കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മട്ടൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. മട്ടൻ കുക്കായി വരുന്ന സമയത്ത് ഇതിലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. ഇവിടെ ഇപ്പോൾ മട്ടൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മട്ടൻ ഗ്രേവി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.